സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുകയാണ്. സഖാവ് പുഷ്പന് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. കൂത്തുപറമ്പിന്റെ വ്യക്തതാരകമായി CPM എല്ലാ കാലത്തും ഉയർത്തിക്കാണിച്ച CPM-നൊപ്പം CPM-ന്റെ നിലപാടുകൾക്കൊപ്പം അടിയുറച്ചു നിന്ന ഒരു യുവജന സമരത്തിന്റെ ഭാഗമായി ഏത് പ്രസ്ഥാനത്തിലാണെങ്കിലും ഒരു ചെറുപ്പക്കാരന് സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ച തീഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് പാർട്ടി നേതാക്കളും പ്രവർത്തകരുമെല്ലാം. വലിപ്പ ചെറുപ്പമില്ലാതെ നേതൃനിരയിലെ എല്ലാവരും പ്രവർത്തകരെല്ലാവരും അവിടേക്ക് എത്തുന്നു. TV രാജേഷ് ഉൾപ്പെടെയുള്ളവരെ നമുക്ക് തത്സമയ ദൃശ്യങ്ങളിൽ കാണാം. റോഡിലേക്കാണ് പോകേണ്ടത്, വീണ്ടും ഗ്രൗണ്ടിലേക്ക് ഫെലിക്സ് വിവരങ്ങളുമായിട്ട്. ഫെലിക്സ്, സംസ്കാര ചടങ്ങുകളിലേക്ക് കടന്നു. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകാനായി. ഇപ്പോൾ പുഷ്പന്റെ ശരീരം തീനാളങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അല്പസമയം മുമ്പാണ് ചിലയ്ക്ക് തീ കൊളുത്തിയത്. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒപ്പം തന്നെ അവസാനമായി പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നേതാക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാജ്യസഭ യോഗവും ഇവിടെ ചേരുന്നുണ്ട്. ഇപ്പോൾ കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയോട് തൊട്ടു ചേർന്നുള്ള പ്രത്യേകമായ എത്തിയ സ്ഥലത്താണ് പുഷ്പന് അവസാനമായി അന്ത്യയാത്രയ്ക്ക് സൗകര്യം ഒരുക്കിയത്. അതിനോട് ചേർന്നാണ് ഇപ്പോൾ അനുസ്മരണ യോഗവും സംഘടിപ്പിച്ചിട്ടുള്ളത്. CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ അധ്യക്ഷനാകുന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന അനുസ്മരണ യോഗം ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഈ അധ്യക്ഷ പ്രസംഗത്തിൽ MV ജയരാജൻ പറഞ്ഞതുപോലെ ഒരു പോരാട്ടത്തിന്റെ അണയാത്തൊരു ഇതിഹാസമായിരുന്നു പുഷ്പൻ എന്നതാണ് അദ്ദേഹം ഈ പ്രിയ സഖാവിനെ വിശേഷിപ്പിച്ചത്. അങ്ങനെ 30 വർഷക്കാലം ചലനമറ്റ് കിടക്കേണ്ടി വരുമ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മാനസികമായി തളർന്നു പോകാം. പക്ഷേ പുഷ്പൻ അങ്ങനെയായിരുന്നില്ല. ഇടനെഞ്ചോട് ചേർത്ത് തന്റെ ആശയത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ്. അങ്ങനെ ഏതൊരു പാർട്ടി പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവീര്യം പകർന്നു തന്ന ആ സഖാവിനെ വിട ചൊല്ലുകയാണ്. വികാര നിർഭരമായിരുന്നു ആ പ്രവർത്തകർ. മുദ്രാവാക്യം മുഴക്കി, മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് അങ്ങനെ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ പ്രിയപ്പെട്ട സഖാവ് പുഷ്പന് പ്രവർത്തകർ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ അനുസ്മരണ ചടങ്ങ് ആരംഭിച്ചിട്ടുണ്ട്. നേതാക്കൾ എല്ലാവരും തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഈ അനുസ്മരണ യോഗത്തിലും പങ്കെടുക്കുന്നുണ്ട്. ഏതായാലും CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോരാട്ടത്തിന്റെ അണയാത്ത വീര്യമായി എന്നും മനസ്സിലുണ്ടായിരുന്ന വ്യക്തിയാണ്. ആ സൂര്യൻ അസ്തമിച്ചാലും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ, അദ്ദേഹം മുന്നോട്ട് വെച്ച പോരാട്ട വീര്യം ഒരിക്കലും അസ്തമിക്കില്ല. അത്രയധികം ഊർജ്ജസ്വലത അല്ലെങ്കിൽ ഊർജം സ്രോതസ്സായി മാറിയ വ്യക്തി കൂടിയാണ് സഖാവ് പുഷ്പൻ. 30 വർഷക്കാലം ആരും തളർന്നു വീണാൽ മാനസികമായി തളർന്നു പോകാവുന്ന ഒരു അന്തരീക്ഷം, പ്രത്യേകിച്ചും ഒരു സമര പോരാട്ടത്തിന്റെ ഭാഗമായി ശരീരം തളർന്നു പോകുക എന്ന് പറയുമ്പോൾ. പക്ഷെ പുഷ്പൻ അങ്ങനെയായിരുന്നില്ല. കഴിഞ്ഞ 3 പതിറ്റാണ്ട് 30 വർഷത്തോളം ആ പാർട്ടിയെ, തന്റെ ആശയത്തെ ഇടനെഞ്ചോട് ചേർത്ത് വെച്ച് മുന്നോട്ട് പോയ വ്യക്തിയാണ്. അങ്ങനെ CPM പ്രവർത്തകർക്ക് പുഷ്പൻ എന്ന വ്യക്തി ആരായിരുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം അണയാത്ത പോരാട്ടത്തിൽ ഇതിഹാസമായിരുന്നു എന്നതാണ് MV ജയരാജൻ ഇവിടെ വിശേഷിപ്പിച്ചത്. അങ്ങനെ പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമായിരുന്നു, ആത്മവീര്യമായിരുന്നു, ഊർജ്ജ സ്രോതസ്സായിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സഖാവ് പുഷ്പൻ മുന്നോട്ട് വെച്ച അദ്ദേഹത്തിന്റെ ആ ജീവിതം അത് പാർട്ടി പ്രവർത്തകർക്ക് വലിയ മാതൃകയും പോരാട്ടത്തിന് വീര്യം നൽകുന്നതുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഒരു സ്ഥലത്ത് ഈ അനുസ്മരണ ചടങ്ങുകളും ആരംഭിച്ചു കഴിഞ്ഞു. ആയിരങ്ങളാണ് ഏറ്റവും അവസാനമായി സഖാവ് ഒരു നോക്ക് കാണാൻ, അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാൻ, അദ്ദേഹത്തിന് യാത്രയാകാനായി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ചൊക്ലിയിലെ നേനമ്പ്രം എന്ന സ്ഥലത്ത് കൂത്തുപറമ്പ് രക്തസാക്ഷി സ്മാരക വായനശാലയുണ്ട്. ആ വായനശാലയ്ക്ക് തൊട്ടു മുമ്പിലായി പ്രത്യേകമായി ഒരുക്കിയിരുന്ന ആ സ്ഥലത്ത് അവിടെയാണ് അദ്ദേഹത്തിന് അവസാനമായി അന്തിയുറങ്ങാനുള്ള സൗകര്യം പാർട്ടി ഒരുക്കിയത്. ഏതായാലും സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അനുസ്മരണ യോഗവും ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സഹന സൂര്യനാണ് അസ്തമിക്കുന്നത്. പക്ഷേ അദ്ദേഹം മുന്നോട്ട് വെച്ച പോരാട്ടത്തിന്റെ ആത്മവീര്യം കെടുന്നില്ല. അത് പാർട്ടി പ്രവർത്തകർക്ക് ഇപ്പോഴും വലിയ ആവേശമായി, വലിയ സ്രോതസ്സായി മാറുന്നു എന്നൊക്കെ തന്നെയാണ്. ഏതായാലും അദ്ദേഹം കഴിഞ്ഞ 30 വർഷക്കാലം ചലനമറ്റ് കിടന്നപ്പോഴും പാർട്ടി ഇടനെഞ്ചോട് ചേർത്ത് വെച്ച വ്യക്തിയാണ്. പാർട്ടിക്ക് വേണ്ടി അടിയുറച്ചു നിന്ന വ്യക്തിയാണ്. ഒരു തരത്തിലും ഒരു ചാഞ്ചാട്ടവും ഇല്ലാതെ പാർട്ടിക്കൊപ്പം നിലയുറപ്പിച്ച വ്യക്തി. അദ്ദേഹം വിടവാങ്ങുമ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് വലിയ വികാര നിർഭരമായ ഒരു അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് എന്നതാണ് ഏറ്റവും ഉറക്കെ ഉച്ചത്തിൽ
അന്ത്യാഭിവാദ്യം അർപ്പിച്ചുകൊണ്ടാണ് ഓരോ പ്രവർത്തകരും ഇവിടെ വന്ന് കടന്നു പോകുന്നത് എന്നതാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കണ്ണീരോടുകൂടി കൂടെ പുഷ്പന് വിട പറയുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്ക് ഇവിടെ കാണുന്നത്.